പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സേവാ തീർത്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ച് നരേന്ദ്രമോദി. സേവാ തീർത്തിൽ വെച്ച് ആദ്യമായി ഒപ്പുവെച്ചത് 6 കോടിയിലധികം സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന ലിഖ്പതി ദീദി യോജനയുൾപ്പെടെ സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും വേണ്ടിയുള്ള ഫയലുകൾ. അതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന PM രാഹത് പദ്ധതിയിലും ഒപ്പുവെച്ചു. എന്താണ് PM രാഹത് എന്ന് വ്യക്തമാക്കുകയാണ് വീഡിയോയിലൂടെ. വർഷം തോറും രാജ്യത്ത് 1.5 ലക്ഷത്തിലധികം ആളുകൾക്ക് മരണം സംഭവിക്കുന്നത് റോഡപകടങ്ങൾ മുഖേനയാണ്. അപകടം നടന്ന് ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത 50% കൂടുമെന്ന സർക്കാരിന്റെ പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ശരിയാണ്, അപകടം നടന്ന് ആദ്യ 1 മണിക്കൂർ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നുവോ അത്രയും തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുന്നു. രാജ്യത്തെ റോഡപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റോഡ് ആക്സിഡന്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വർഡ് ട്രീറ്റ്മെന്റ് അഥവാ PM രാഹത് പദ്ധതി. ഈ പദ്ധതി പ്രകാരം അപകടം സംഭവിച്ച് ആദ്യത്തെ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് ലഭിക്കുക. അപകടം രാജ്യത്തെ ഏത് റോഡിൽ വെച്ചാണെങ്കിലും ചികിത്സ ലഭിക്കും. 1.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കും. പരിക്കേറ്റ വ്യക്തിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപകടത്തിൽപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കും. അതിനായി ആശുപത്രിയിൽ മുൻകൂട്ടി പണമടയ്ക്കേണ്ടതില്ല. ഇൻഷുറൻസ് ഉള്ള വാഹനമായാലും ഇല്ലാത്ത വാഹനമായാലും ചികിത്സ ഉറപ്പാണ്. ഇൻഷുറൻസ് ഉള്ള വാഹനമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള വിഹിതം ഉപയോഗിച്ചും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ചുമാണ് ചികിത്സാ ചെലവ് കണ്ടെത്തുക. രാജ്യത്തെ എല്ലാ ആശുപത്രികളും, അതായത് പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികൾ കൂടാതെ സ്വകാര്യ പൊതുമേഖലയിലുള്ള മറ്റെല്ലാ ആശുപത്രികളും അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ ബാധ്യസ്ഥരായിരിക്കും. ഗുരുതരമല്ലാത്ത സാഹചര്യത്തിൽ 24 മണിക്കൂർ വരെയും, ജീവൻ അപകടത്തിലായ സാഹചര്യത്തിൽ 48 മണിക്കൂർ വരെയും, അതായത് അപകടനില തരണം ചെയ്യുന്നതുവരെ ചികിത്സ നൽകണം. മുൻകൂർ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ പറഞ്ഞയക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ടെക്നോളജി ഉപയോഗിച്ച് ക്ലെയിം നടപടികൾ പൂർത്തിയാക്കുന്ന പ്രസ്തുത പദ്ധതി ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന സുമനസുകൾക്ക് ഈ പദ്ധതി പ്രകാരം 25,000 രൂപ പാരിതോഷികവും ലഭിക്കും. ഇവരെ രാഘവീർ എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്യും. അപകട വിവരം എത്രയും പെട്ടെന്ന് പോലീസിനെയോ ആരോഗ്യ ഏജൻസികളെയോ അറിയിക്കുന്നതിലൂടെ സേവനം വേഗത്തിലാക്കാൻ കഴിയും. സേവാ തീർത്തിലെത്തി പ്രധാനമന്ത്രി പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടേ ഉള്ളൂ. പദ്ധതി ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ.